ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാജലും മസ്കാരയും നമുക്ക് ഇനി തയ്യാറാക്കിയാലോ? ഒരു തുള്ളി വെള്ളം വീണാൽ പോലും ഇനി നിങ്ങളുടെ മസ്കാരയും കാജലും പോവുക പോലും ചെയ്യില്ല. പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കാജൽ, ഒന്ന് മസ്കാര. ഈ രണ്ട് കാര്യങ്ങളും പെൺകുട്ടികൾക്ക് കൂടുതലായിട്ട് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് കാജലാണെങ്കിലും മസ്കാരയാണെങ്കിലും ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങൾ വില കൊടുത്ത് വിപണിയിൽ കിട്ടുന്ന പലതരം കാജലുകളും മസ്കാരകളും ഉപയോഗിച്ചിട്ട് പോലും കിട്ടാത്ത റിസൾട്ട് ഞാൻ ഈ പറയുന്ന കാജലിൽ നിന്നും മസ്കാരയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു മസ്കാരയും കാജലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് വെള്ളം നനഞ്ഞാൽ പോലും ഒഴുകി പോവുക പോലും ചെയ്യില്ല. വിപണിയിൽ വലിയ വില കൊടുത്ത് മേടിക്കുന്ന മസ്കാരയെക്കാട്ടിലും കാജലിനെക്കാട്ടിലും നല്ലതാണ് ഈ ഒരു കാജൽ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ കൺമഷയും കാജലും ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ പുറത്ത് വിപണിയിൽ കിട്ടുന്ന പലതരം കാജലുകളും മസ്കാരയൊക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ട് പോലും കിട്ടാത്ത റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാജലിൽ നിന്ന് മസ്കാരയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ കാണിക്കാൻ നിങ്ങളെ. ഇതുണ്ടോ, ഇതാണ് കാജൽ. ഞാൻ നേരത്തെ ഉപയോഗിച്ച കാജലാണ്. അത്രയ്ക്ക് നല്ലതാണ്. എത്ര വെള്ളം നനഞ്ഞാൽ പോലും ഈ ഒരു കാജൽ ഒഴുകി പോവുക പോലും ചെയ്യില്ല. ഇതുണ്ടോ, അടിപൊളിയാണ്. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇനി കണ്ണും കൺപീലിയൊക്കെ എഴുതാൻ സാധിക്കുന്ന കാജലാണ് ഇത്. നിങ്ങൾക്ക് അടിപൊളിയാണ് ഈ ഒരു കാജൽ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും നമുക്ക് ആ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. നമ്മുടെ കാജലും മസ്കാരയും തയ്യാറാക്കുന്നതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കോട്ടനാണ്. കോട്ടൺ, നല്ല നീളത്തിലുള്ള കോട്ടൺ വേണം. അതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമ്മളിപ്പോൾ കോട്ടൺ എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒരു തുള്ളി വെള്ളം കാണാൻ പാടില്ല. അജഗോയിൻ വേണം. അജഗോയിൻ എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പം ചെറുജീരകത്തിനെ പോലുള്ളൊരു സംഭവമാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അജഗോയിൻ ഇല്ല എങ്കിൽ ചെറിയ ജീരകം എടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ അജഗോയിൻ ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മടക്കി എടുക്കണം. അതായത് നമ്മൾ വിളക്കിനൊക്കെ തിരി ഇടാറില്ലേ, അതേപോലെ ചെറിയ രീതിയിലൊന്നാക്കി എടുക്കണം. കാരണം കോട്ടൺ ആകുമ്പോൾ ചെറുതായിട്ട് ഒന്നും ഇതായി കിട്ടുള്ളൂ. പക്ഷേ എന്നാൽ നമ്മുടെ ഉള്ളിലിട്ടേക്കുന്ന അജഗോയിൻ പുറത്ത് പോകാൻ പാടില്ല. ചെറിയ ജീരകമാണെങ്കിലും പുറത്ത് പോകാനായിട്ട് പാടില്ല. അങ്ങനെ ആക്കിയിട്ട് നല്ലപോലെ ചുരുട്ടി കൊടുക്കണം കേട്ടോ. അങ്ങനെ ചുരുട്ടി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് നൂന്ന് വന്നാലും പ്രശ്നമില്ല കേട്ടോ. എന്നാലും നമ്മുടെ സംഭവം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു സംഭവം ഒരു ഭാഗത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുപ്പുണ്ടാക്കുന്നത് പോലെ നമുക്കൊരു സംഭവം വേണം. അതായത് ഒരേ അളവിൽ തന്നെയുള്ള പാത്രങ്ങൾ. അതിന് വേണ്ടത് ഗ്ലാസ് ആയിരിക്കും നല്ലത്. ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് ഒരേ അളവിൽ തന്നെ കിട്ടും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരേ അളവിലുള്ള പാത്രം ഏതെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. ഞാനിപ്പം ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റീൽ ബൗൾ വെക്കണം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കടുകെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഇപ്പം കടുകെണ്ണയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത്, നമുക്ക് ഐബ്രോസിന് ഹെയർ ഗ്രോത്ത് ഒക്കെ കുറവാണെങ്കിലും കൺപീലിക്കൊക്കെ ആണെങ്കിലും നല്ലപോലെ വളരാനും ഒക്കെ സഹായിക്കും കടുകെണ്ണയിൽ നിന്ന്. ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിലും നല്ലതാണ്. ഇപ്പോൾ ഇവിടെ കൂടുതലും കടുകെണ്ണ കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ കടുകെണ്ണ എടുക്കുന്നത് കേട്ടോ. പിന്നെ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ നല്ലപോലെ നമ്മുടെ കാജൽ ഇരിക്കണമെങ്കിലും കുറച്ച് ലോങ് ആയിട്ട് ഇരിക്കണമെങ്കിലും കടുകെണ്ണയ്ക്കകത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു തിരി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ കോട്ടൺ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ആദ്യമേ കുറച്ച് എണ്ണ അതിനകത്തും നമ്മൾ കത്തിക്കുന്ന ഭാഗത്തും ഒന്ന് മുക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് കത്തിക്കാനായിട്ട് വെക്കുക. അങ്ങനെ കത്തിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു സ്റ്റീൽ പാത്രം എടുത്തായിരുന്നല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അടച്ചു കൊടുക്കുക. ഇതിൻ്റെ കാർബൺ, അതായത് നമ്മൾ കത്തുന്നതിൻ്റെ ആ ഒരു കാർബണാണ് നമുക്ക് കിട്ടേണ്ടത്. പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് കാർബൺ വന്ന് ചേരും. പിന്നെ നമുക്കിതിനകത്ത് ഒരു കാര്യം കൂടി ചെയ്യണം. അതായത് നമുക്കൊരു ബദാമും കൂടി ചൂടാക്കി എടുക്കണം. ബദാം ചൂടാക്കി നല്ലപോലെ കരിച്ചെടുക്കാറില്ലയോ, ബദാം കരിച്ചെടുക്കണം. മൊത്തം കരിച്ചെടുക്കുകയാണെങ്കിലും നല്ലതാണ്. ഞാൻ പകുതി വരെ കരിച്ചോളായിരുന്നു. എന്തായാലും നമുക്കൊന്ന് ബദാം കൂടെ ഒന്ന് ചൂടാക്കി ഞാൻ എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു കാര്യം പുറത്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പെരയ്ക്കകത്തുള്ളി വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ പുക കയറും കേട്ടോ. പുക കയറി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടും. ഞാൻ പുറത്ത് വെച്ചല്ല ചെയ്തത്. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീ അണഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അകത്ത് വെച്ചാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ സംഭവം കാർബണെല്ലാം നല്ലതുപോലെ പാത്രത്തിൻ്റെ മുകളിൽ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എടുക്കുകയാണ് കാർബൺ. എടുക്കാനായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല കട്ടിക്കുള്ള ഒരു പേപ്പർ വേണം.
നമ്മൾ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ സൈഡിൽ നിന്ന് കാർബൺ ഒരു ഭാഗത്തേക്ക് കൂട്ടിയെടുക്കുകയാണ്. നമ്മളിപ്പം എടുക്കുന്ന പേപ്പറിനകത്ത് വെള്ളം നനവ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള ഒരു പേപ്പറേ എടുക്കാവുള്ളൂ. പിന്നെ കയ്യിലും നനവൊന്നും കാണാനായിട്ട് പാടില്ല. അങ്ങനെ എല്ലാം കൂടി നല്ലപോലെ കാർബൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കാജലും നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഒരു മാസം വരെയും നമുക്ക് ഈ ഒരു കാജൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടാനായിട്ട് ഒരു ചെറിയൊരു കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുപ്പിയും നല്ലപോലെ ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും ഇരിക്കണം. ആ ഒരു കുപ്പിയിലേക്ക് കുറച്ചായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കാജൽ കൺപീലിക്കും നല്ലതാണ്, ഐബ്രോയ്ക്കൊക്കെ നല്ലതാണ്, ബ്ലാക്ക് കളർ കിട്ടാനൊക്കെ. അങ്ങനെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ആ ഒരു ചൂടാക്കിയ ബദാം ഉണ്ടല്ലോ, അത് കുറച്ചായിരുന്നു ഞാൻ ചൂടാക്കിയത്, അത് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ അതങ്ങ് പൊടിഞ്ഞു പോകും, നല്ലപോലെ കരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ. നേരത്തെ ഞാൻ ചൂടാക്കി കരിച്ച ആ ഒരു ബദാം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഞാൻ പൊടിച്ചതെല്ലാം കൂടി അത് നേരത്തെ നമ്മൾ കാർബൺ മാറ്റി വെച്ച ആ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്ക് അതെല്ലാം ഒന്ന് മിക്സായി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു 10 തുള്ളി വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടുതലാവാൻ പാടില്ല. 10 തുള്ളി വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മളൊരു നല്ല പോലെ മിക്സാക്കുക. മിക്സാക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന രീതിയിലുള്ള കൺമഷിയെക്കാട്ടിലും, അതായത് കാജലിനെക്കാട്ടിലും മസ്കാരയെക്കാട്ടിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസ്കാരയും കാജലും തയ്യാറായിട്ടുണ്ട്. ഇനി നിങ്ങൾ പണം മുടക്കി കാജലും മസ്കാരയും ഒന്നും മേടിക്കേണ്ട കേട്ടോ. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയും നമ്മുടെ കാജലും തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ, അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇനി കണ്ണും നിങ്ങളുടെ ഐബ്രോയും ഒക്കെ എഴുതാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഞാനിത് കഴുകിയുടെ നിങ്ങളെ കാണിക്കാം. ഒരു തുള്ളി വെള്ളം വീണാൽ പോലും ഈ ഒരു കൺമഷി പോവുക പോലും ഇല്ല. കണ്ടോ, വെള്ളം ഒഴിച്ചിട്ട് പോലും പോകത്തുണ്ടോ. അടിപൊളിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ കേട്ടോ. ഇനി നിങ്ങൾ പണം മുടക്കേണ്ട ഒരാവശ്യവുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കണ്ണും ഐബ്രോയും ഒക്കെ എഴുതാൻ സാധിക്കുന്നതാണ്. ഞാൻ എത്ര വെള്ളം ഒഴിച്ചിട്ട് പോലും പോകത്തുണ്ടോ. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കാജലും മസ്കാരയും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. എന്തായാലും എൻ്റെ കണ്ണിലും ഐബ്രോയിലും എഴുതിയിട്ടുള്ള ചേഞ്ചസ് കൂടെ ഞാൻ കാണിക്കാം. ഞാൻ എൻ്റെ പിരുവത്ത് എഴുതുകയാണ്. പിരുവത്ത് നല്ല തിക്നെസ് കുറവായിരുന്നു എൻ്റെ പിരുവത്തിന്. ഇപ്പം ഞാൻ ഈ കുറച്ച് ദിവസം കൊണ്ട് ഇത് എഴുതാൻ തുടങ്ങിയതിന് ശേഷം നല്ല പിരുവം നല്ല കട്ടിക്കായിട്ടുണ്ട്. കാജൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഐബ്രോസ് എല്ലാം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാരയ്ക്ക് വേണ്ടി നമ്മുടെ ആ ഒരു കാജൽ വെച്ചിട്ട് തന്നെ കൺപീലി എഴുതാവുന്നതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മസ്കാര മറ്റുള്ള വില കൂടിയ മസ്കാരയെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ മസ്കാര വെച്ച് എഴുതാൻ സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. കിടിലൻ സംഭവമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഇനി നിങ്ങൾ പുറത്ത് നിന്ന് കാജലോ ഒന്നും മേടിക്കേണ്ട, കാജലും മസ്കാരയും ഒന്നും മേടിക്കേണ്ട. ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ഐബ്രോയ്ക്ക് തിക്നെസ് കുറവാണെങ്കിലും ഒക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലപോലെ ഐബ്രോസ് വളർത്താനും പിന്നെ കൺപീലിക്കൊക്കെ നല്ലപോലെ തിക്കാക്കാനും ഒക്കെ കാജലിൽ നിന്ന് സാധിക്കുന്നതാണ്. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്യണേ കേട്ടോ. സൂപ്പർ സംഭവമാണ്. 1000 രൂപ 1500 രൂപ വിലയുള്ള കാജലിനെക്കാട്ടിലും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കാജലിനെക്കാട്ടിലും നല്ല അടിപൊളി കാജൽ നിങ്ങൾക്ക് ഇനി ഉണ്ടാക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണേ കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾ കണ്ണെഴുതാനൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. കണ്ണും പിരിവൊക്കെ എഴുതാൻ നിങ്ങൾ ഇത് ഉപയോഗിക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.